ഹലോ, അസ്സാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മഴയത്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ചിക്കൻ കിഴിപ്പുട്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂടായി വന്ന ചട്ടിയിലോട്ട് പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണ് ഉലുവയും കൂടെ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, ഒരു 4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 ഉണക്കമുളകും കൂടെ ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വെള്ളുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്തതിന് ശേഷം ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി, 1.5 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ടൊരു 500 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ. അപ്പോൾ അതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മസാലകളുണ്ട് കേട്ടോ. ആ മസാലകളും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം ആ മസാലകൾ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, ഒരു 3 ടീസ്പൂണ് ചിക്കൻ മസാല, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സായി വരുമ്പോൾ ചെറിയ കപ്പിലൊരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇതേ കപ്പിലൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ തീയിലൊരു 20 മിനിറ്റ് നേരം വേവിച്ചെടുക്കുന്നുണ്ട്. ഇതധികം വെള്ളമൊന്നും വേണ്ടട്ട, ഗ്രേവി പോലെ വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെറിയ തീയിൽ 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഗ്രേവിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ചപ്പ് പുതിന അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മൾ പുട്ട് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു വാഴയിൽ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ചെറിയൊരു കഷ്ണം വാഴയിലും കൂടെ ഒരു സേഫ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കഷ്ണം പുട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്രേവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കിഴിയാക്കിയെടുക്കാം. ഇനി ഒന്ന് പിടിച്ചിട്ട് ഇനി വാഴൻ്റെ തണ്ട് കൊണ്ട് തന്നെ ഇതൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാതും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ 3 കിഴിയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതാ എല്ലാതും ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ആവിയിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരു ഓട്ടപാത്രം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ആവി ഒളിച്ചെടുക്കണം കേട്ടോ. അത് അപ്പോൾ ഇത് 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് ആവി കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കിഴിപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണ്ട അതൊന്ന് അഴിച്ചു നോക്കാം. അടിപൊളി സ്മെല്ലൊക്കെ ആണ് കേട്ടോ അതിന്. അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ ഒരു തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ തേങ്ങാപ്പാലും കൂടി ചേരുമ്പോഴാണ് നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുത്ത് ഇത് ചിക്കനും ഗ്രേവിയും തേങ്ങാപ്പാലും എല്ലാം കൂടെ കുഴച്ചെടുത്തിട്ട് കഴിച്ച് നോക്കി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.